ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു കട്ട്ലറ്റ് ആണ്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റ്. അപ്പോൾ മുട്ട ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കട്ട്ലറ്റ് ആണ് കേട്ടോ. തമ്മിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ബ്രെഡും മുട്ടയാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ആ ബ്രെഡും മുട്ടയും ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ഈ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഈ സ്നാക്കിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ബ്രെഡ് സ്ലൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്, മുട്ട എടുത്തിട്ടുണ്ട്, സവോള എടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്ര മുട്ട എടുക്കുന്നു എന്നുള്ളതനുസരിച്ച് സവോളയുടെ എണ്ണം കൂട്ടുക കേട്ടോ. ഇപ്പോൾ ഞാൻ 3 മുട്ടയ്ക്ക് 1 സവോളയാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പച്ചമുളകും വേപ്പിലയാണ്. വേപ്പിലയുടെ ടേസ്റ്റ് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം. പച്ചമുളക് കുറച്ച് ചേർത്തിട്ട് മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ, മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ അത് നിങ്ങളുടെ എരിവനുസരിച്ച് വ്യത്യാസം വരുത്താം. ബാക്കി പൊടികളൊക്കെ നമുക്ക് ചേർക്കുമ്പോൾ പറയാം. ആദ്യം നമുക്ക് ഈ സവോളയൊന്ന് ചെറുതായിട്ട് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ കട്ട് ചെയ്തെടുത്താലാണ് നമുക്ക് ഈ സ്നാക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അതിനുശേഷം നമ്മുടെ മസാല റെഡിയാക്കാം. നമ്മളിപ്പോൾ നമ്മുടെ മസാല റെഡിയാക്കാനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ചേർക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ചേർക്കാം. കറിവേപ്പില ഞാനൊന്ന് ചെറുതായിട്ട് മുറിച്ച് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. കുറച്ച് മതി നമുക്ക് ഉപ്പ്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. സവോളയുടെ കളർ ഒന്ന് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. നിങ്ങൾ മുളക് പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മുളക് പൊടി ചേർക്കാം. പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കാൻ ഞാനിപ്പോൾ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് ഈ പൊടികളുടെ സ്മെല്ലൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് എണ്ണ വേണ്ട കേട്ടോ നമ്മൾ ഈ ഒരു മസാല റെഡിയാക്കുമ്പോൾ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിനി ബ്രെഡ് ക്രംസ് മിക്സ് ചെയ്ത് വരുമ്പോൾ എണ്ണ കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്നാക്ക് പെർഫെക്റ്റ് ആവില്ല. അതുകൊണ്ടാണ് കുറച്ച് എണ്ണയിൽ ചെയ്യാമെന്ന് പറഞ്ഞത്. പൊടികളൊന്ന് നന്നായിട്ട് കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. 1 മിനിറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ പൊടികൾ കുക്കായിക്കോളും. അപ്പോൾ നമ്മുടെ പൊടികൾ കുക്കായി തുടങ്ങുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വീണ്ടും ഫ്ലെയിം കുറച്ചിട്ട് നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട മിക്സ് ചെയ്തിട്ട് ഒഴിക്കണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് ഒഴിക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒഴിക്കാം. ഞാനിപ്പോൾ ഇനി ഒരു പാത്രവും കൂടി എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം ചേർത്ത് നമ്മൾ മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്ന പോലെ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സവോളയിൽ മുട്ടയ്ക്കും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമ്മൾ ബ്രെഡ് ക്രംസ് ചേർത്ത് മിക്സ് ചെയ്യും. നമുക്ക് ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പ് ചേർക്കണ്ട. ഇത് നന്നായിട്ട് മിക്സായി കുക്കായി വരാം. മുട്ട കറക്റ്റായിട്ട് കുക്കായി വന്നാലേ നമ്മുടെ മിക്സിങ് കറക്റ്റ് ആവുള്ളൂ. ഇപ്പോൾ നമ്മൾ ചോറിന് കറി ഉണ്ടാക്കുമ്പോൾ മുട്ട തോരനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് മുട്ട എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് വൈകുന്നേരം ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൽ ഡിപ്പ് ചെയ്യാനായിട്ട് മുട്ട വേണമെന്നുണ്ടെങ്കിൽ മുട്ട യൂസ് ചെയ്യാം. ഞാനിപ്പോൾ മൈദപ്പൊടിയാണ് എടുക്കുന്നത്. മൈദയുടെ ഒരു പേസ്റ്റ് റെഡിയാക്കിയിട്ട് അതിലാണ് ഡിപ്പ് ചെയ്തെടുക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ മുട്ടയോ മൈദയോ ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. നമ്മൾ മുട്ട ഇപ്പോൾ ഇതിൽ ആവശ്യത്തിന് ചേർക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ മുട്ടയിൽ തന്നെ ഡിപ്പ് ചെയ്യാതെ മൈദയിൽ ഡിപ്പ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് മൊരിഞ്ഞ് വരണം. ഇപ്പോൾ വേണം നമ്മുടെ മുട്ടയൊക്കെ ചെറുതായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. വലിയ പീസുകളുണ്ടെങ്കിൽ നമ്മളൊന്ന് ചെറുതാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ബ്രെഡ് റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞു വന്നിട്ടേ നമുക്കിത് ബ്രെഡ് ക്രംസ് ചേർത്ത് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്ന് ചൂട് മാറി വരട്ടെ. ആ സമയത്ത് ബ്രെഡിൻ്റെ സൈഡ്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ബ്രെഡിൻ്റെ സൈഡ്സ് കട്ട് ചെയ്തെടുക്കാം. 4 സൈഡും കട്ട് ചെയ്തെടുക്കണം. നമുക്കൊരു കത്രിക ഉപയോഗിച്ചോ കത്തി ഉപയോഗിച്ചോ ചെയ്യാം. കത്തി ഉപയോഗിച്ച് ചെയ്യാൻ എളുപ്പം. അപ്പോൾ നമുക്ക് ഈ ബ്രൗൺ കളറുള്ളത് വേസ്റ്റ് ആയിട്ട് കളയണ്ട കേട്ടോ. സൈഡ്സ് കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് ബ്രെഡ് ക്രംസ് ആക്കിയെടുക്കാൻ വേണ്ടി വേണ്ടതാണ്. അപ്പോൾ ഈ വൈറ്റ് പോർഷനും നമുക്ക് പൊടിച്ചെടുക്കേണ്ടതാണ്, സൈഡും പൊടിച്ചെടുക്കേണ്ടതാണ്. രണ്ടും നമുക്ക് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്കെല്ലാം കട്ട് ചെയ്ത് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 8 സ്ലൈസ് ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡ്സും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രെഡ് സ്ലൈസ് ആദ്യം നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. ചെറിയ പീസുകളായിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിക്കുക. സാധാരണ നമ്മൾ ബ്രെഡ് ക്രംസിന് പൊടിക്കുന്ന പോലെ തന്നെ. ഇത് റോസ്റ്റ് ചെയ്തൊന്നും എടുക്കണ്ട, ഒന്ന് പൊടിച്ച് മാത്രം എടുത്താൽ മതി. ഇപ്പോൾ ഇതാ കണ്ടോ, ഞാൻ ഇതുപോലെ ബ്രെഡ് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടിച്ചെടുക്കുമെങ്കിൽ നമുക്ക് ആ മിക്സ് കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് ബോളാക്കി എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇതുപോലെ പൊടിച്ചെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് പീസും കൂടി പൊടിച്ചെടുക്കാം.
അപ്പോൾ നമ്മൾ 2 ടൈപ്പ് ബ്രെഡ് ക്രംസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം, ഇത് നമുക്ക് ലാസ്റ്റ് മതി. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മസാല ഉണ്ടല്ലോ, ഈ മസാലയിലേക്ക് ചൂടൊന്ന് കുറഞ്ഞു വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് പോർഷൻ മാത്രമുള്ള ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ, ഇതിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ചായിട്ട് ഇടുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണം എന്നുള്ളത് നമ്മൾ മുട്ട എടുക്കുന്ന അനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ കുറച്ചായിട്ട് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ കറക്റ്റ് ഇതുപോലെ ഷേപ്പായി വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇതിപ്പോൾ ഒന്നുകൂടി ബ്രെഡ് ക്രംസ് ചേർത്താലേ ഷേപ്പായി വരുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ബ്രെഡ് ക്രംസ് ചേർക്കാണ്. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ കുഴയ്ക്കുന്നതനുസരിച്ചിരിക്കും നമുക്കിങ്ങനെ പിടിക്കാൻ പറ്റുന്ന പാകത്തിലാവുന്നത് കേട്ടോ. ചെറിയൊരു ചൂടുണ്ടെങ്കിലും കുഴപ്പമില്ല, ഒരുപാട് അങ്ങോട്ട് ചൂടോട് കൂടിയിട്ടിട്ട് മിക്സ് ചെയ്യരുത്. ചെറിയ ചൂടിൽ മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കുറവായിരുന്നു, എരിവ് കറക്റ്റാണ്. അപ്പോൾ കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഏത് വലിപ്പത്തിലുള്ള അല്ലെങ്കിൽ ഏത് ഷേപ്പിലുള്ള സ്നാക്കായിട്ട് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുകയാണ്. നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ എളുപ്പം റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ടാണ് റൗണ്ട് ഷേപ്പിൽ തന്നെ ഉണ്ടാക്കുന്നത്. ഇതുപോലെ ആക്കിയെടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുക. ഇതുപോലെ നമ്മളൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലായി കഴിഞ്ഞു. സൈഡ്സൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ആക്കി എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതൊരു എഗ് കട്ട്ലറ്റ് എന്ന് പറയാം, ഫുള്ളായിട്ട് എഗ് കട്ട്ലറ്റ് എന്ന് പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ചേർത്തിരിക്കുന്നത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ ബ്രെഡ് എഗ് കട്ട്ലറ്റ് എന്ന് പറയാം നമുക്ക്. ഇതുപോലെ അടുത്തതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ എല്ലാവർക്കും ഇപ്പോൾ കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്കും എല്ലാവർക്കും ഉണ്ടാക്കാൻ എളുപ്പത്തിനാണ് ഈ റൗണ്ട് ഷേപ്പിൽ എന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാ ബാച്ചിലേഴ്സിനാണെങ്കിലും എല്ലാവർക്കും ഉണ്ടാക്കാൻ എളുപ്പം റൗണ്ട് ഷേപ്പ് അല്ലേ. ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് നടുക്കെന്ന് വെച്ചിട്ട് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് റൗണ്ട് ഷേപ്പായി വന്നോളും. ഇതുപോലെ ഞാൻ എല്ലാം റെഡിയാക്കി എടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ കട്ട്ലറ്റ്സ് എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഡിപ്പ് ചെയ്യാനായിട്ട് മൈദപ്പൊടിയിൽ കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആദ്യം നമ്മുടെ ബ്രെഡ് ക്രംസ് ഒന്ന് അടുപ്പിച്ച് വെക്കുക, അതുപോലെ മൈദയുടെ മിക്സും അടുപ്പിച്ച് വെക്കുക. ഒരു കട്ട്ലറ്റ് എടുക്കുക, സാധാരണ നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ മൈദയുടെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്യുക. ഒരുപാട് തിക്കായിട്ട് മൈദ മിക്സ് ചെയ്തെടുക്കരുത്, കുറച്ച് ലൂസായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ ബ്രെഡ് ക്രംസിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കട്ട്ലറ്റ് റെഡിയായി. ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ്സ് എല്ലാം നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നമുക്ക് ചൂടാക്കിയിട്ട് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കട്ട്ലറ്റ്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 3 കട്ട്ലറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സമയത്ത് 2 or 3 എണ്ണത്തിൽ കൂടുതൽ ഇടണ്ട. നമുക്കിനി അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇടയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ഇടുന്നത് കാണാതിരുന്നത്, ക്യാമറ ഒന്ന് ഓഫായി പോയി, അതുകൊണ്ടാണ് നമ്മുടെ കട്ട്ലറ്റ് ഇടുന്നത് കാണാതിരുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ കട്ട്ലറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അത് ആ ഒരു പോർഷൻ ഓഫായി പോയതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാകാതിരിക്കില്ല. ഇതിന് 2 സൈഡും ഒരുപോലെ തന്നെ ഫ്രൈ ആയി വരുന്നത് വരെ നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കുക്കായി വരട്ടെ. ഒരു സൈഡ് ആയി തുടങ്ങുന്നുണ്ട്, വേഗം തന്നെ കുക്കായി വരും. എന്താണെന്ന് വെച്ചാൽ ബ്രെഡ് ക്രംസ് മാത്രമേ നമുക്ക് മൊരിഞ്ഞ് വരാനുള്ളൂ. ബാക്കി ഇൻസൈഡിലുള്ള മുട്ട കുക്കായതാണ്. ബ്രെഡ് ക്രംസിന് അധികം കുക്കിംഗ് ടൈം ഇല്ല, എല്ലാം ചേർത്ത് മിക്സ് ചെയ്തതുകൊണ്ട് വേഗം തന്നെ നമ്മുടെ കട്ട്ലറ്റ് റെഡിയാവും. ഈ സ്നാക്സൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നുണ്ടോ, ടഫായിട്ട് തോന്നുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസി ആയിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഇനിയും ഈസി ആയിട്ടുള്ള റെസിപ്പികൾ കണ്ടുപിടിക്കണോ അല്ലെങ്കിൽ കുറച്ച് ഇതുപോലെയുള്ള റെസിപ്പികൾ തന്നെ ട്രൈ ചെയ്യണോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. എല്ലാവരുടെയും എങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ കമൻറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് അങ്ങ് ചൂടായി പോരുത്. ഒരുപാട് ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട്ലറ്റ് ഇടുമ്പോൾ തന്നെ ബ്രെഡ് ക്രംസ് അങ്ങോട്ട് കരിഞ്ഞു പിടിക്കും. അപ്പോൾ വേഗം ഓവറായിട്ട് കുക്കായിട്ട് ഇൻസൈഡ് പെർഫെക്റ്റ് ആവില്ല. ഒരു മീഡിയം ചൂടായി വരുമ്പോൾ കട്ട്ലറ്റ് ഇട്ട് കൊടുക്കുക, അത് ഏത് കട്ട്ലറ്റാണ് ഉണ്ടാക്കുന്നതെങ്കിലും. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ്സ് എല്ലാം റെഡി ആയി കഴിഞ്ഞു. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്യാം. ഇതിപ്പോൾ ഈ ലൈറ്റ് കളറായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ കട്ട്ലറ്റിൻ്റെ കളർ ഒന്നുകൂടി മാറും കേട്ടോ. ചൂടൊന്ന് മാറി വരുമ്പോൾ വീണ്ടും കളർ മാറും. അപ്പോൾ ഞാനിത്
മാറ്റിയിട്ട് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ബ്രെഡ് എഗ് കട്ട്ലെറ്റ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ടൊമാറ്റോ സോസിൻ്റെ കൂടെ ചേർത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു കട്ട്ലെറ്റ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇന്ന് വൈകിട്ട് തന്നെ ഉണ്ടാക്കാം. എന്താണെന്ന് വെച്ചാൽ ബ്രെഡും മുട്ടയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ ഉണ്ടാക്കുക, കഴിക്കുക, കഴിച്ചിട്ട് അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പികൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.